ജീസസ്. പല ആളുകൾക്കും ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. അതുകൊണ്ട് നിരവധി വ്യക്തികൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്, ആ സമയത്തും കൂടെ കച്ചവടം ചെയ്താൽ അതിൻ്റെ ഉയർച്ച കുടുംബത്തിലുണ്ടാവും, അല്ലെങ്കിൽ വളവും വലയും കഴുകിക്കൊണ്ടിരുന്നാൽ അതിൽ എന്തെങ്കിലും ഗുണം 5 പൈസയുടെ ഉപകാര കുടുംബത്തിലേക്ക് ഉണ്ടാവും. വെറുതെ ഇങ്ങനെ കൺവെൻഷൻ കൂടി നടന്നിട്ട് എന്ത് കാര്യം എന്ന് പല ആളുകളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു എതിർചിന്തയുണ്ട്. കുട്ടികളും യുവതീവാക്കന്മാരും കുടുംബങ്ങളും കുടുംബനാഥന്മാരും കുടുംബനാഥകളെല്ലാം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചന ശുശ്രൂഷയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും നേരത്തെ തന്നെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നിരുന്ന് വചനം കേൾക്കുന്നതിൻ്റെ വിലയെക്കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ദൈവവചനത്തെക്കുറിച്ച് എനിക്ക് ആദ്യം ബോധ്യം കിട്ടിയൊരു സംഭവം നിങ്ങളോട് പറയാം. അത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ വായിച്ചപ്പോഴാണ്. അതിലെഴുതിയിരിക്കുന്നത് എന്നെ അതിശയിപ്പിച്ച്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ അവിടുന്ന് ചൊരിയും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, കുറേ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഈ മഴ വർഷിക്കപ്പെടുന്നത് പോലെ വർഷിക്കപ്പെടാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? 1, ദൈവവചനം ശ്രവിക്കുക. 2, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പാലിക്കാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെയും അവിടുന്ന് നിന്റെ മേൽ ചൊരിയും. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 3ഉം 4ഉം വാക്യങ്ങൾ: നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എന്തുണ്ട്, ഒരു ജീപ്പ് ഉണ്ടെങ്കിൽ ആ ജീപ്പ് വഴി നിനക്ക് ഉയർച്ചയുണ്ടാവും. ഒരു ചെറിയ പെട്ടിപ്പീടി ഉണ്ടെങ്കിൽ ആ പെട്ടിപ്പീടിക വഴി നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവും. ഒരു ചെറിയ പഴയ വല എവിടെയെങ്കിലും കിടന്ന് കിട്ടിയൊരു വലയായാലും മതി, ഒരു പഴയ വലയുണ്ടെങ്കിൽ അതുമായിട്ട് നീ കടലിലേക്ക് പോയി ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള സാധനത്തിൻ്റെ മികവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം ഉയർച്ചയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ. 5-ാമത്തെ 6-ാമത്തെ വാക്യം വീണ്ടും പറയാണ്: നിന്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛനൊരു രാജ്യത്ത് സുവിശേഷ വരയ്ക്ക് ചെന്നപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ 10-50 വയസ്സിന് താഴെയുള്ള ഒരു വലിയ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുക. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ധ്യാനം. 8 മണിക്ക് ധ്യാനം തീർന്നാലും 5 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ പോകും. അത്രയും നല്ല ചേട്ടൻ. അങ്ങനെ ആ ചേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ആ ചേട്ടനോട് വളരെ വലിയ റെസ്പെക്റ്റ് തോന്നി. ഒരു കാര്യത്തിന് വേണ്ടി ചേട്ടൻ എഴുന്നേറ്റ് പോയല്ല. തുടങ്ങിയാൽ തീരുന്നത് വരെ ശ്രദ്ധയോടെ ചേട്ടൻ അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവസാന ദിവസം ഞാൻ ആ ചേട്ടനെ നോക്കി. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനോടൊരു റിക്വസ്റ്റ് ചെയ്താൽ അച്ഛൻ അനുവദിക്കണം, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, വികാരിയച്ഛനാണ് ഫുഡിൻ്റെ ചുമതല, വികാരിയച്ഛൻ ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ദയവ് ചെയ്ത് സമ്മതിക്കണം, ഞാനും കൂടി സമ്മതിച്ചിട്ടുള്ളതാണ്, അച്ഛൻ വന്നില്ലെങ്കിൽ എല്ലാം വെറുതെ ആകും, അതുകൊണ്ട് അച്ഛനും കൂടെ വന്നാലാണ് ആ ഫങ്ഷൻ ഒരു ഗമയാവുള്ളൂ, അതുകൊണ്ട് അച്ഛനും കൂടെ വരണം. ഞാൻ പറഞ്ഞു ശരി വരാം. അങ്ങനെ ഞങ്ങൾ ടീം പ്രയർ എല്ലാം കഴിഞ്ഞ് 9:30-10 മണിയായപ്പം ഭക്ഷണത്തിന് വേണ്ടി പോകാൻ വേണ്ടി പള്ളിക്കുന്ന പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ചേട്ടൻ വലിയ ഒരു വണ്ടിയുമായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ വലിപ്പമല്ല,
50 ലക്ഷമോ 70 ലക്ഷമോ വിലയുള്ള ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറയാണ് ഇത് ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വണ്ടിയിൽ എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒറ്റ വണ്ടിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു സംവിധാനം ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞ് സാരമില്ല, ഇങ്ങനെ ഇരുന്ന് കൊണ്ടാതിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അതാ വലിയ വേറൊരു വണ്ടി കിടക്കണം. ഞാൻ ചോദിച്ചു, ആ ചേട്ടാ ആ വണ്ടിയോ? അത് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ കുഴപ്പമില്ല. അതിനും 50 ലക്ഷത്തിനൊക്കെ മുകളിൽ നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിരനിരയായിട്ട് വണ്ടികൾ കിടക്കണം. അത് സർവൻസിന് കൊടുത്തിരിക്കുന്ന വണ്ടിയാന്ന് പറഞ്ഞു. അതും 10-25 ലക്ഷം 18 ലക്ഷം 20 ലക്ഷത്തിന് 25 വലിയ വലിയ വണ്ടികളാണ്. ഇത്രയെല്ലാം കണ്ടപ്പോൾ ഞാൻ പിന്നെ അധികം ചോദിക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഊണ് കഴിക്കുന്ന മുമ്പ് ഒരു കാര്യം അറിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാൻ. ഇതിനെല്ലാം വരുമാനം എവിടെ നിന്നാന്ന് ചോദിച്ചു. വല്ല കള്ളക്കടത്തോ വല്ല മാഫിയ വല്ല ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഊണ് കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉള്ളത് തുറന്ന് പറയണം. ഇത് നിയമാനുസൃതമായുള്ള പണമാണോ അതോ കള്ളത്തരമോ മാഫിയ വല്ല സംഘത്തിലെ വല്ല മാഫിയ വല്ല ആണോ? തുറന്ന് പറയൂ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴാ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ്റെ മുമ്പിൽ എൻ്റെ ജീവിത കഥ പറയാൻ എനിക്ക് മടിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അൺസ്കിൽഡ് ലേബറായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ 10ാം ക്ലാസ് തോറ്റവർ ഗൾഫ് രാജ്യങ്ങൾക്ക് പോകില്ലേ? എന്തിനാ പോണത്? ആ 10ാം ക്ലാസ് തോറ്റവർ ക്വാളിഫൈഡ് അല്ല. അപ്പോൾ അവിടെ പോയി കളയ്ക്കാനോ പാത്രം കഴുകാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വീട് നോക്കാനോ പൂട്ടാനോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വലിയ സ്കിൽഡ് ലേബർ അല്ലാത്തവർ, ക്വാളിഫൈഡ് അല്ലാത്തവർ ഇങ്ങനെ ചെറിയ ചെറിയ പണിക്ക് അടുക്കള പണിക്കൊക്കെ പോകും. അപ്പോൾ അതേമാതിരി പറമ്പ് കളയ്ക്കാൻ വേണ്ടി പോയ ഒരു ചേട്ടനാണ് ഈ ചേട്ടൻ. അൺസ്കിൽഡ് ലേബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൺസ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് അല്ല. 10ാം ക്ലാസ് തോറ്റ് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെത്തിയതാണ്. മരുഭൂമിയിലെ ചൂടെന്ന് പറഞ്ഞാൽ വളരെ വലിയ ചൂടായതുകൊണ്ട് ആരോഗ്യം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് സ്പോൺസർ അറബി ഒരു നല്ല അറബി ആയതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞെന്ന ഒരു പെട്ടിക്കടയെ വല്ല ഇട്ട് തണൽ തിരുന്നോളാൻ പറഞ്ഞ് ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ച്. അങ്ങനെ പെട്ടിക്കട ഇട്ടിരിക്കുന്ന സമയത്താണ് ഇതേമാതിരി ഒരു ധ്യാനം അവിടെ ഉണ്ടായി. ധ്യാനത്തിൽ ധ്യാനഗുരുവച്ചൻ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വഴി വേറെ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടവന്നാൽ നിങ്ങളുടെ ആത്മാവ് തീ നരകത്തിൽ കിടക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല. വീണ്ടും ധ്യാനഗുരുവച്ചൻ വിശദീകരിച്ചു, നിങ്ങൾ പുകവലിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വഴി ഈ ഭൂമിയിൽ ആരെങ്കിലും പുകവലിക്കാൻ ഇടവന്നാൽ നിങ്ങളുടെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ കടന്ന് വെന്ത് നീറി വേദന സഹിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ മദ്യപിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ വഴി നിങ്ങളുടെ കുടുംബത്തിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ മദ്യം കഴിക്കാൻ ഇടവന്നോ? നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു പാപഹേതുവാണ്. ഈ ചെറിയവൻ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആര് തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. അവൻ നിത്യ നരകാഗ്നിയിൽ നിബദിക്കും. മാറ്റമില്ലാത്ത വചനങ്ങൾ. ആ വചനം പ്രസംഗിച്ച അച്ഛൻ അവിടെ പ്രസംഗിച്ച്. ഇത് കേട്ടപ്പോൾ ഈ ചേട്ടൻ കിടിലം കൊണ്ട്. ഈ ചേട്ടൻ്റെ പെട്ടിക്കടയിലുള്ളത് പുകവലി വസ്തുക്കളാണ്, ടുബാക്കോ ഉൽപ്പന്നങ്ങളാണ്, പുകവലി വസ്തുക്കൾ, ഹാൻസ്, പാൻപരാഗ്, പിന്നെ ഇങ്ങനെ ചില ലഹരിയുള്ള വേറെ ചില പാനീയങ്ങൾ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പാനീയങ്ങളെല്ലാം കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന ഈ ചേട്ടൻ പറഞ്ഞു, ധ്യാനം കൂടിയിട്ട് വന്ന് പറഞ്ഞു, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എൻ്റെ പെട്ടിക്കടയുള്ള സാധനമല്ല ഇതാ. അത് ഒഴിവാക്കി പിന്നെ പഴവും പച്ചവെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ല ഇങ്ങനത്തെയുള്ള പാപവസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ആളുകൾ ഈ പഴവും പച്ചവെള്ളം വാങ്ങാൻ വേണ്ടി കടയിൽ വരുമെന്ന് തോന്നുന്നില്ല. ആളുകൾ വരുന്നത് ഇങ്ങനെയുള്ള ഇച്ചിരി വീര്യമുള്ള സാധനം വാങ്ങാൻ വേണ്ടി. ഇച്ചിരി ബ്ലാക്ക് സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2ാം ദിവസം വചനം കേട്ട് ആ ചേട്ടനൊരു തീരുമാനം എടുത്ത്, എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടയിലുള്ള പുകവലി ഉൽപ്പന്നങ്ങൾ, ടുബാക്കോ ഉൽപ്പന്നങ്ങൾ, പാപവസ്തുക്കളെല്ലാം കൂട്ടിയിട്ട് തീയിട്ട് അങ്ങോട്ട് കത്തിച്ച് അതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പഴവും പച്ചവെള്ളവും മാത്രം അവശേഷിച്ച്, കുറച്ച് മിഠായിയും ചോക്ലേറ്റുകളും. അതൊന്നും മേടിക്കാൻ ആളുകൾ വരില്ല സഹോദരങ്ങളെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആളുകൾ തീരെ ഇല്ലാതായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കട പൂട്ടേണ്ടി വന്നു. ധ്യാനം കൂടി. അവസാനം ഈ ചേട്ടൻ പറഞ്ഞ് വരുമാനം ഇല്ലാതായി മാറി. അങ്ങനെ ആ ചേട്ടൻ കഷ്ടപ്പെട്ടിരിക്കുക. എന്നാലും ചേട്ടൻ തീരുമാനം എടുത്തു, ഞാൻ പാപമാർഗത്തിൽ പണം ഉണ്ടാക്കി ജീവിക്കുന്നതിലും ഭേദം പാപം ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നങ്ങനെ മരിച്ചോട്ടെ തീരുമാനം എടുത്ത് ഒരു മാസം കഷ്ടിച്ചങ്ങനെ പട്ടിണിയിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസം അറബി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇവിടെ ജോലി, കടയൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ വരുമാനം എന്താ ഉള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവവചനം കേട്ടു,
ഞങ്ങളോട് വചനം പ്രസംഗിച്ച ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ വഴി ഈ ഭൂമിയിൽ വേറൊരാൾ പാപം ചെയ്യാൻ ഇടവരരുത് എന്ന് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പെട്ടിക്കടയിൽ ഒരുപാട് സാധനങ്ങൾ പാപകരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതെടുത്ത് കത്തിച്ച് കളഞ്ഞ് ഇപ്പോൾ ഞാനിങ്ങനെ വരുമാനം ഇല്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ നോക്കും എന്നുള്ള ഒരാഗ്രഹവും ഒരാശയവും ഒരു അഭിപ്രായവും ഈ ചേട്ടൻ പ്രകടിപ്പിച്ചു. എന്തായാലും അറബി പോയി. അറബി പിറ്റേ ദിവസം വന്നിട്ട് ഈ ചേട്ടനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൽ വെറുതെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നോളാൻ പറഞ്ഞു. അത് പാപം ചെയ്യേണ്ട കാര്യമില്ല, എടുത്തു കൊടുത്താൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അറബിക്ക് ഓരോ ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ ചേട്ടനെ കാണുമ്പോൾ റെസ്പെക്റ്റ് കൂടുക. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഇദ്ദേഹത്തിൻ്റെ ജോലികളും കാണുമ്പോൾ ഈ അറബിക്ക് ഈ ചേട്ടനോടുള്ള റെസ്പെക്റ്റ് കൂടി വരിക. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ അറബി വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സാധനം ഒന്നും എടുത്ത് കൊടുക്കണ്ട, പകരം എൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു മാനേജർ പോസ്റ്റിൽ അവിടെ ഇരുന്നോ, വെറുതെ അവിടെ ഇരുന്നാൽ മതി, മൊത്തം ഒന്ന് ഓവറോൾ നോട്ടം നോക്കി അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വേറൊരാളുണ്ട്, കാര്യങ്ങൾ നടത്തുന്ന ഒരാളുണ്ട്, അദ്ദേഹം വെറുതെ അവിടെ ഇരുന്നാൽ മതി, മൊത്തം ഒരു ഓവറോൾ നോക്കി ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിന് ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഈ അറബി ഇദ്ദേഹത്തിനൊരു മാനേജർ പോസ്റ്റ്, അഡീഷണൽ മാനേജർ എന്നുള്ള പോസ്റ്റ് കൊടുത്ത് അവിടെ 1000 റിയാലോ 1200 റിയാലോ ശമ്പളം അങ്ങോട്ട് കൂട്ടി. പ്രിയപ്പെട്ട സഹോദരൻ, 1200 റിയാൽ എന്ന് പറഞ്ഞാൽ 125 ഉറുപ്പിക പറ്റിയായിരുന്നു അന്ന് ഒരു റിയാലിന്. ഒമാൻ റിയാലോ എന്താണെന്ന് തോന്നണം. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ മുകളിൽ ശമ്പളമായി ആൾക്ക്, ഇഷ്ടം പോലെ കാശ്, അദ്ദേഹത്തിന് സമൃദ്ധിയായി. അപ്പോഴും അദ്ദേഹം എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, എല്ലാ ധ്യാനങ്ങൾക്കും പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് തോന്നി, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇദ്ദേഹത്തിന് സ്വന്തം ചെറിയ വിധത്തിലിട്ടാലോ എന്നൊരു തോന്നൽ. അങ്ങനെ അറബിയോട് പറഞ്ഞു. അറബി പറഞ്ഞു, നല്ല കാര്യമാണ്, ഞാൻ അവരുടെ എല്ലാ ഏർപ്പാടും ചെയ്യാമെന്ന് പറഞ്ഞു. പേപ്പർ വർക്കുകളെല്ലാം അറബി ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ചേട്ടനൊരു ഷോപ്പ് ആ കടയിൽ, ആ നാട്ടിൽ, ആ പട്ടണത്തിലിട്ടു. ദൈവം അനുഗ്രഹിച്ചു. ആ ഷോപ്പ് വളരെ നല്ല വിധത്തിൽ ഉയർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറൊരു ഷോപ്പ് ഇടാൻ തോന്നി, ആ ഷോപ്പ് കിട്ടു, അത് നല്ല വിധത്തിൽ. ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് നിരവധി ഷോപ്പുകളും ഈ കേരളത്തിൽ നിന്ന് തന്നെ 100-200 ആളുകൾ അദ്ദേഹം പണിക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 5-8 വർഷമായുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം ആ ദേശത്ത് അങ്ങോട്ട് വളർന്നു. അതുപോലെ ആ അറബിയും നന്നായിട്ട് അങ്ങോട്ട് വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇന്ന് അദ്ദേഹം ആ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിക്കുമ്പോൾ ഈ അറബീനെയും ഈ ചേട്ടനെയും വിളിക്കും. അവർ അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി ഈ മനുഷ്യൻ ആ പട്ടണത്തിൽ മാറി. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, 10ാം ക്ലാസ് പോലും എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ലേബറർ എന്ന നിലയിൽ പറമ്പ് കളയ്ക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. ഇതാണ് എൻ്റെ കഴിവ്. എന്നാൽ ആ വചനം പ്രസംഗിച്ച അച്ഛൻ പറഞ്ഞ വചനം ഞാൻ അന്ന് കേട്ടു. അതെൻ്റെ ജീവിതത്തിന് രക്ഷയായി മാറി. അവിടുന്ന് ഇങ്ങോട്ട് എന്ന് ഞാൻ ആ വചനം കേട്ടോ, എന്ന് ഞാൻ ആ വചനം സ്വീകരിച്ചോ, അവിടുന്ന് ഇങ്ങോട്ട് അടിക്കടി ഉയർച്ചയല്ലാതെ പിന്നെ എനിക്ക് ഒരു തകർച്ചയുണ്ടായിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛൻ്റെ ധ്യാനം വന്നപ്പോൾ രാവിലെ 8 മണിക്ക് ധ്യാനം തുടങ്ങി 7:30 ഞാൻ അവിടെ വന്നിരിക്കും. രാത്രി 8 മണിക്ക് തീർന്നാൽ അരമണിക്കൂർ ഞാൻ അവിടെ ഇരിക്കും, എന്നിട്ടേ പോരുള്ളൂ. കാരണം എൻ്റെ ദൈവത്തോടുള്ള പ്രതിനന്ദിയാണത്. എൻ്റെ മരണം വരെ, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങനെ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, 100 കണക്കിന് സർവൻസ്, പിന്നെ ആ സർവൻസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന ഒമാൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇത് വിതരണം ചെയ്യുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് വലിയ ഷോപ്പിലൊക്കെ അതിനുള്ള സർവൻസ്, അതിനുള്ള സെയിൽസ്മാൻമാരും, അതുപോലെ തന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങുകൾ, കാര്യങ്ങൾ, സാമ്പത്തികമായ കാഷ്, അതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊന്നും നോക്കാതെ ചേട്ടൻ ഇവിടെ വന്നിരുന്നാൽ ആ ആളുകളൊക്കെ പണം തട്ടിച്ചും വെട്ടിച്ചും കൊണ്ടുപോകില്ലേ, പറ്റിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛാ, ഞാൻ എൻ്റെ പട്ടണത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ, ദൈവവചന ശുശ്രൂഷ എൻ്റെ പട്ടണത്തിൽ നടക്കുമ്പോൾ ഞാൻ അതിൽ പോയി സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് എൻ്റെ ഹൃദയവും ആത്മാവും നിറയ്ക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ഈ ഷോപ്പ് നോക്കി, എൻ്റെ പണിക്കാരെ നോക്കി ഞാൻ ഇവിടെ ഇരുന്നാൽ എൻ്റെ ബിസിനസ് സ്ഥാപനം അധികം താമസിയാതെ തകരുമെന്ന് എനിക്കറിയാച്ചാ. എൻ്റെ ബിസിനസ് സ്ഥാപനം നോക്കേണ്ടത്, വളർത്തുന്നത്, നടത്തുന്നത് ഞാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ്, വചനശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പം എൻ്റെ ദൈവം എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെ നല്ല വിധത്തിൽ നടത്തും, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അന്ന് രാത്രി ഞങ്ങളെ ഭവനത്തിൽ സ്വീകരിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ എൻ്റെ വള്ളം നോക്കട്ടെ, എൻ്റെ വല ശരിയാക്കട്ടെ, ഞാൻ എൻ്റെ സ്റ്റോപ്പ് ശരിയാക്കട്ടെ, എൻ്റെ വീടിൻ്റെ കോടി ശരിയാക്കട്ടെ, ഞാൻ എൻ്റെ പറമ്പിൻ്റെ മൂല ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പറമ്പും നോക്കി, വീടും നോക്കി, ഷോപ്പും നോക്കി, വലയും നോക്കി, വള്ളവും നോക്കി, അവിടെ ഇവിടെയും ആ മുക്കിലും ഈ മുക്കിലും ആ മൂലയിലും ഈ മൂലയിലും ഇരുന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മരച്ചില്ലകൾ ഉണങ്ങി ദ്രവിച്ച് നിലം പറ്റി നിലത്ത് വീഴുന്നു, സ്ത്രീകൾ അതെടുത്ത് കത്തിച്ചു കളയുന്നു. വിവേകം കെട്ട ജനമാണിത്. അവരുടെ സൃഷ്ടാവിന് അവരെ കുറിച്ച് പ്രസാദമില്ല. അവരുടെ പ്രാർത്ഥനകളിൽ അവിടുന്ന് ചെവി ചായ്ക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങി ദ്രവിച്ച് നിലത്ത് വീഴുന്ന ചെതുക്ക് മരക്കമ്പ് പോലെ നിന്റെ കുടുംബം ദ്രവിച്ച് ക്ഷയിച്ച് ഇല്ലാതായി പോകുമെന്നല്ലേ ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്? കുടുംബനാഥ ചിന്തിച്ചു നോക്കിയേ, നിന്റെ കുടുംബത്തിൽ എത്ര വചനമുണ്ട്? നിന്റെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട്? നിന്റെ മക്കളുടെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട്? നിന്റെ കുടുംബത്തിൽ വചനത്തിന് എന്ത് സ്ഥാനമുണ്ട്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വിവേകം കെട്ട ജനമാണിത്. അതുകൊണ്ട് അവരുടെ സ്രഷ്ടാവിന് അവരിൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. നമ്മൾ എന്ത് ചെയ്താലും ഒരു നിറവ് വരാത്ത എന്തുകൊണ്ടാണ്? അവരുടെ സ്രഷ്ടാവിന് മനപ്രസാദമില്ല. എന്താ കാരണം? വചനമില്ല. വിവേകം കെട്ട ജനം, വചനം അറ്റുപോയ കുടുംബമാണത്. ഓരോരുത്തർ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും കാലമുണ്ട് വചനത്തിന് എന്ത് സ്ഥാനം കൊടുത്ത്? കുടുംബത്തിൽ വചനത്തിന് എന്ത് സ്ഥാനമുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉന്നതനായവൻ്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നതിനാൽ നിങ്ങളെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. ഓരോ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, ഓരോ അപേക്ഷ കൊടുക്കുമ്പം, ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എത്രമാത്രം വചനത്തെ തിരസ്കരിച്ചോ അത്രത്തോളം തിരസ്കരണം നിങ്ങളുടെ മക്കൾ ആ ഇൻ്റർവ്യൂവിൽ അനുഭവിക്കും. കാരണം സ്രഷ്ടാവിന് പ്രസാദമില്ലാത്ത ജനക്കൂട്ടമാണിത്. എന്താ സ്രഷ്ടാവിന് പ്രസാദമില്ലാതിരിക്കാൻ കാരണം? പ്രാർത്ഥന കുറവില്ല, പല കാര്യങ്ങളിലും കുറവില്ല. ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത ജനമാണിത്. തലമുറകളായി ദൈവവചനം അവഗണിച്ചതിൻ്റെ ഉത്തരിപ്പ് കടം പേറുന്ന കുടുംബങ്ങളാണിത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പല ആളുകൾക്കുള്ള ധാരണ ഇങ്ങനെയാണ്, ബൈബിള് കേട്ട് അത് 100% അനുസരിച്ചാൽ അവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ എന്നാണ് പല ക്രിസ്ത്യാനികളും ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ദൈവവചനത്തിന് എതിരായ ഒരു പ്രബോധനമാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മമായി അനുസരിക്കുന്നവർക്ക് മാത്രമല്ല, ശ്രവിക്കുന്നവർക്ക് അനുഗ്രഹം, പറയുന്നവർക്ക് അനുഗ്രഹം, സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹം, സൂക്ഷ്മമായി പാലിക്കുന്നവർക്ക് അനുഗ്രഹം. വചനത്തോട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യവും അവരുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കുമെന്ന് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 3-ാമത്തെ വാക്യം. വചനം എങ്ങനെയാണ് വായിക്കുന്നത്? ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. കേൾക്കുന്നവർ അല്ലെങ്കിൽ അനുസരിക്കുന്നവർ മാത്രമാണ് അനുഗ്രഹീതർ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും സ്വീകരിക്കുന്നവരും അനുസരിക്കുന്നവരും എല്ലാവരും ദൈവ പ്രവചന പ്രകാരം, ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം അനുഗ്രഹീതരാണ്, അനുഗ്രഹം പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ മക്കൾ നല്ല വിധത്തിൽ എല്ലാ കാര്യത്തിലും നല്ല ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവരുടെ അടുത്ത് വന്ന് അനുഗ്രഹത്തിന് വഴി വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരോട് പറയണത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിക്കുവിൻ, നിങ്ങളുടെ സ്വഭാവം നേരെയാക്കുവിൻ എന്നുള്ളതല്ല പറയണത്. എപ്പോഴും നല്ല അഭിവൃദ്ധി, നല്ല ഉയർച്ചയും നല്ല അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ, ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ ദൈവം മിക്കപ്പോഴും നൽകുന്ന ഒരു നിർദ്ദേശം, നിങ്ങൾ എൻ്റെ വചനങ്ങൾ വായിക്കണം, എൻ്റെ വചനങ്ങളിൽ എഴുതിയിരിക്കുന്നത് കേൾക്കണം, എൻ്റെ വചനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കണം, എൻ്റെ വചനങ്ങൾ സൂക്ഷ്മമായി പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. ജോഷുവയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്? നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും ഒരിടത്ത് വെച്ച് നിന്നെ തോൽപ്പിക്കാൻ നീ ഇടവരുത്തരുത്. ഇത് ദൈവത്തിന് ജോഷുവയെക്കുറിച്ചുള്ള ആഗ്രഹമാണ്.
അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ജോഷുവയോട് പറഞ്ഞു കൊടുക്കുന്ന വചനഭാഗമാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. അപ്പം നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വള്ളം കൊണ്ട് പോയാലും വല കൊണ്ട് പോയാലും വണ്ടി കൊണ്ട് പോയാലും ബിസിനസ് തുടങ്ങിയാലും ടീ ഷോപ്പ് ഇട്ടാലും വാഹനങ്ങൾ വാങ്ങിച്ചാലും ഫാക്ടറി തുടങ്ങിയാലും നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കണമെങ്കിൽ ദൈവം തൻ്റെ ദാസനായ ജോഷുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്: എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള വചനങ്ങളെല്ലാം നീ സ്വീകരിക്കണം. ഇനി തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണെന്ന്: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും അധരത്തിൽ ഉണ്ടായിരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബൈബിളാണ്, വചനമാണ്. വചനം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. മൂളിപ്പാട്ട് പോലെ എപ്പോഴും വചനം അധരത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പെട്ടെന്നൊരു 10 വചനം പറയാൻ പറഞ്ഞ അധരത്തിൽ കൂടെ വരുമോ? വരില്ല. കാരണം അധരത്തിൽ വചനമല്ല, അധരത്തിൽ വേറെ പലതുമാണ് ഇരിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ഒരുമിച്ച് കൂടിയാണ് വരുന്നത് കുറ്റം പറച്ചിലാണ് വരണത്. പെട്ടെന്ന് വീട്ടിൽ ഒരുമിച്ച് കൂടിയാണ് വരുന്നത് വിമർശനമാണ് വരുന്നത്. കാരണം ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുള്ളൂ. വചനം ഹൃദയത്തിലില്ല, വചനം അധരത്തിലുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പറഞ്ഞിരിക്കുകയാണ് രാവും പകലും നീ വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്ത് ഗുണമുണ്ടാവും? അതാണ് അടുത്തത്: അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. അഭിവൃദ്ധിയും ഉയർച്ചയും പഠനത്തിലുണ്ടാകാൻ, അഭിവൃദ്ധിയും ഉയർച്ചയും കുടുംബത്തിലുണ്ടാകാൻ, അഭിവൃദ്ധിയും ഉയർച്ചയും ജീവിതത്തിലുണ്ടാകാൻ വചനം കേൾക്കണം. രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാംഗ്ലൂർ സഞ്ജന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ദിവസം വന്നു. ആ കുട്ടി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോവുക. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോവുക. അതിനു മുമ്പ് ആ കുട്ടി വന്നിട്ട് പ്രാർത്ഥിച്ചു: അച്ഛാ, എൻ്റെ ജീവിതത്തിലേക്ക് ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ മോളെ, നീ ആ കൊന്ത എടുത്ത് അങ്ങോട്ട് ചെല്ല്, പിന്നെ ബൈബിൾ അങ്ങോട്ട് വായിക്കുക, പിന്നെ നിനക്ക് പഠിക്കാൻ തോന്നുന്ന എന്ത് കാര്യമാണെങ്കിൽ നീ അവിടെ അങ്ങോട്ട് പഠിച്ചോ, നിൻ്റെ ജീവിതത്തിൽ വൻ വിജയം ഉണ്ടാകും എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി ഇടവക ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ ബൈബിൾ വായന നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പ്രാർത്ഥനകളൊന്നും മുടക്കാതില്ല. അത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണമെങ്കിലും 2 കിലോമീറ്റർ നടന്ന്, ബാംഗ്ലൂർ ടൗണാണ്, ബസ്സിലൊക്കെ പോകാം, ഓട്ടോറിക്ഷയിൽ പോകാം, കോളേജ് ബസ്സിൽ പോകാം. ആ പെൺകുട്ടി 2 കിലോമീറ്റർ ടൗണിൽ കൂടെ നടന്നു പോവുക. എന്തിനാ? കൊന്ത ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊന്ത ചൊല്ലി അത് പോയി. ദൈവം അതിനങ്ങളെ ഉയർത്തി. അത് പറയാണ്, ആ യൂണിവേഴ്സിറ്റിയിലെ ഗോൾഡ് മെഡലിസ്റ്റായി ദൈവം. അതിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സഞ്ജന ജോസഫ്. ഞാൻ തിരുക്കുടുംബ ഇടവക ഹൊങ്കസാന്ദ്ര പള്ളിയിൽ നിന്ന് ഹൊങ്കസാന്ദ്രയിലുള്ള തിരുക്കുടുംബ ഇടവക എന്നാണ്. അവിടെയാണ് അഭിഷേകാഗ്നി ബാംഗ്ലൂർ ആദ്യമായിട്ട് വന്നത്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്ത് എൻ്റെ കണ്ണിൽ നീര് വയ്ക്കുകയും കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അപ്പോൾ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ പപ്പ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, എൻട്രൻസ് എഴുതാൻ പറ്റുന്നില്ല, എൻട്രൻസ് എഴുതണോ ഡിഗ്രി എടുക്കുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നോട്, എന്തുവാ മനസ്സിൽ തെളിയുന്നതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നത് ഡിഗ്രി BSc ആയിരുന്നു. ഡിഗ്രി BSc. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിൽ നിന്ന് തുടരാൻ പറഞ്ഞു. ഞാൻ എൻട്രൻസ് എഴുതാതെ BSc എടുത്തു. ഇപ്പം 3 വർഷം കഴിഞ്ഞ് ഞാനിപ്പം യൂണിവേഴ്സിറ്റി തലത്തിൽ ടോപ്പറും ഗോൾഡ് മെഡലിസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ്. യൂണിവേഴ്സിറ്റിയിലെ ഗോൾഡ് മെഡലിസ്റ്റ് മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് കർത്താവ് ഈ മകളെ ആ കോളേജിൽ അങ്ങോട്ട് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. കോളേജിലല്ല, ആ യൂണിവേഴ്സിറ്റിയിലാണ്. 10-25,000 കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റായിട്ടും ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ടും ഗോൾഡ് മെഡലിസ്റ്റായിട്ട് ഒരു കുട്ടീനെ വർഷം തിരഞ്ഞെടുക്കും. ഈ കുട്ടീനെയാണ് ഈ കുട്ടിയുടെ കാലഘട്ടത്തിൽ അങ്ങോട്ട് തിരഞ്ഞെടുക്കും. അത്രയും ദൈവം ആ കുട്ടീനെ ഉയർത്തി. പഠിക്കാനൊരു മിനിമം സമയം ചിലവാക്കിയിട്ടുള്ളൂ. ബാക്കി സമയമെല്ലാം ബൈബിൾ വായിക്കാനും കൊന്ത ചെല്ലാനും പള്ളിയിൽ പാട്ട് പാടാനും പള്ളിയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് കുട്ടി ചിലവാക്കിയത്. രാവും പകലും കർത്താവിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ സാധാരണ ഒരു കുടുംബത്തിലെ, ഇത് വലിയ ടോപ്പ് വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമെന്ന് വിചാരിക്കേണ്ട, സാധാരണ ഒരു കുടുംബത്തിൽ ഒരു കുട്ടീനെ ദൈവം ഇതേമാതിരി ബാംഗ്ലൂർ പട്ടണത്തിൽ ഗോൾഡ് മെഡലിസ്റ്റും
അതുപോലെ ടോപ്പ് സ്റ്റുഡൻറ്റും അതുപോലെ ഏറ്റവും നല്ല കുട്ടിക്കുള്ള അവാർഡും കിട്ടുന്ന വിധം ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ജോഷുവയോട് പറഞ്ഞു കൊടുത്തത്, നീ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Come, Lord Jesus. ഈശോതൻ സ്നേഹാർദ്രമിഴികളെ ഒരു കോടി ജന്മം ഞാൻ നോക്കിയിരുന്നീടും ഈശോതൻ കരതാരിലെന്നും ഒരു കുഞ്ഞു പൈതലായി ഞാൻ ചാഞ്ഞുറങ്ങിടുമെന്നും. ഓ സ്നേഹമേ, ഓ എൻ ജീവനെ, അകതാരിൽ നിറയേണമേ. വൈകാതെ വരണേ മനതാവിനുള്ളിൽ പരമകാരുണ്യനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. Come, Lord Jesus.